ഈ സീനിയർ വിദ്യാർത്ഥികൾ, 3-ാം വർഷ വിദ്യാർത്ഥികൾ, ഈ 5 പേര് അവർ കൃത്യമായി ഇവരെ പീഡിപ്പിക്കുകയും ക്രൂരമായി വേദനപ്പെടുത്തുകയും അതിന് കത്തി കഴുത്തിൽ വെച്ചിട്ട് എല്ലാ മാസവും അവരിൽ നിന്ന് പണം കവർന്നെടുക്കുകയും ചെയ്തു. എന്നിട്ട് ആ പണം കൊണ്ട് ഈ 5 വിദ്യാർത്ഥികൾ അവർ മദ്യപിച്ച് മതോന്മത്തരായി ആ നഴ്സിംഗ് കോളേജിൽ കഴിയുകയാണ്. ഇത്ര രീതിയിൽ അധപ്പതിച്ച ഒരു സംഭവം നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല. ഇതുപോലെ ഒരു നഴ്സിംഗ് കോളേജിൽ നമ്മളെ പത്തനംതിട്ട ഒരു കുട്ടി ആ മറ്റു പെൺകുട്ടികൾ പീഡിപ്പിച്ചപ്പോൾ അവർ 2-ാം നിലയിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്ത സംഭവം നമ്മളെ വളരെയധികം വേദനപ്പെടുത്തി. ആ പാവം പെൺകുട്ടി നിവൃത്തിയില്ല, അതിനെ കോളേജിൽ വെച്ചും അവരെ പരീക്ഷാ സെൻറ്ററിൽ വെച്ചും അവരെ ഹോസ്റ്റലിൽ വെച്ചും അതിനെ കഠിനമായ രീതിയിൽ വേദന ഉളവാക്കുന്ന രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അത് സീനിയർ വിദ്യാർത്ഥികൾ 3 പേരാണ്. 3 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. അതേ ഒരു അനുഭവം തന്നെ ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അനുബന്ധിച്ചുള്ള നഴ്സിംഗ് കോളേജിൽ ഉണ്ടായിരിക്കുന്നത്.